കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ പീസീന കോൺഫറൻസിൽ സംബന്ധിക്കുവാനും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുവാനും എനിക്ക് ലഭിച്ച ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ഇതിനു വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്ത ഈ പ്രാവശ്യത്തെ കോൺഫറൻസിൻ്റെ ഉത്തരവാദിത്വപ്പെട്ട കമ്മിറ്റിയോടും നേതൃത്വം കൊടുക്കുന്ന ദൈവദാസന്മാരോടുമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ മഹായോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും എല്ലാ ദൈവവേലക്കാർക്കും കർത്താവിൻ്റെ നാമത്തിൽ വിനീതമായ വന്ദനം അറിയിക്കുന്നു. വിശേഷാൽ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷൻ, ഇപ്പോൾ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ദൈവദാസൻ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തൃദാസന്മാർ, വരുന്ന ദിവസങ്ങളിൽ ദൈവവചനം പ്രസംഗിക്കുവാൻ വേണ്ടി ക്ഷണം സ്വീകരിച്ച് ഈ രാജ്യത്ത് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന ഇന്ത്യൻ പെന്തക്കോസ്ത ദൈവസഭയുടെ നാഷണൽ പ്രസിഡൻറ്റ് റവറൻഡ് കെ സി ജോൺ ഈ യോഗത്തിലുണ്ട്. പ്രത്യേക വന്ദനം ചെയ്യുന്നു. അസംബ്ലീസ് ഓഫ് ഗോഡ് സമൂഹത്തിൻ്റെ പൊതുചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ ശമുവേൽ സാർ ഈ യോഗത്തിലുണ്ട്. ഖാനമച്ചൻ, എല്ലാവർക്കായും പ്രത്യേകം ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഹൃദയത്തെ തൊട്ട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ബോധ്യമുള്ളവർ കരങ്ങൾ ഉയർത്തിയൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. വീണ്ടും കർത്താവ് നമ്മോട് സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാം. എല്ലാവരും ചേർന്നൊരു നിമിഷം പ്രാർത്ഥിക്കുമോ? എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുമോ? പ്ലീസ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. അവൻ നമുക്കായി ജീവൻ നൽകി ഒരുക്കിയല്ലോ വലിയ രക്ഷ. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകാനാൻ ദേശമത്. ദൃഷ്ടികളാൽ കാണുന്നു ഞാൻ സ്വർഗ്ഗകാനാൻ ദേശമത്. തിരുക്കരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോൽ നടത്തണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. നിൻ വചനം കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാൽ
നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ. നിൻമൊഴികൾ കൂരിരുളിൽ താഴ്വരയിൽ ദീപമതാ. നിൻമൊഴികൾ. കർത്താവേ, അന്ധകാര ലോകത്തിൽ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ കൂരിരുൾ നിറഞ്ഞ ജീവിതയാത്രയിൽ നിൻ്റെ വചനത്തിൻ്റെ വെളിച്ചമില്ലാതെ ഞങ്ങൾക്ക് ഒരു അടി പോലും മുന്നോട്ട് നീങ്ങാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കഴിവുകളോ ഞങ്ങളുടെ പരിചയങ്ങളോ കൊണ്ട് അല്പമൊക്കെ ഞങ്ങൾ നടക്കുമെങ്കിലും വചനത്തിൻ്റെ വെളിച്ചമില്ലെങ്കിൽ ഞങ്ങൾ കാലിടറും എന്ന് ഞങ്ങൾ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. ആകയാൽ പിതാവേ, ഈ സമൂഹത്തെ നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് നിൻ്റെ അടുക്കലേക്ക് വരുന്നു. നിൻ്റെ വചനത്തിൻ്റെ പ്രകാശം ഞങ്ങൾക്ക് ഇന്ന് രാത്രി നൽകണമേ. തടസ്സങ്ങളെ അവിടുന്ന് നീക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കിയ യേശുവിൻ നാമത്തിൽ സാത്താന്യമായ സകല പോരുകളെയും സകല പോർവിളികളെയും യേശുവിൻ നാമത്തിൽ ശാസിച്ച് ഞങ്ങൾ നിൻ്റെ വചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. പിതാവേ, കരുണ ചെയ്യണമേ. നിൻ്റെ ജനത്തിന് ഈ മിനിറ്റുകൾ അനുഗ്രഹമാക്കണമേ. മറക്കാനാവാത്ത നിമിഷങ്ങളാക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 15-ാമത്തെ വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ ഉറക്കെ വായിച്ചാണ്. മതി. പ്രാതൽ കഴിച്ച ശേഷം പ്രാതൽ കൊടുത്തവൻ കഴിച്ചവരോട് ഒരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കാൻ വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുകയായിരുന്നു. അനേകം മണിക്കൂറുകളായി അവൻ ഈ കടപ്പുറത്ത് നിൽക്കുകയാണ്. അനേകം മണിക്കൂറുകളായി അവൻ ഇവർക്ക് ചാപ്പാടുണ്ടാക്കുകയാണ്. ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ലതാണ് ഇപ്പോൾ കിട്ടിയത്. അതവർക്ക് കിട്ടേണ്ടതിൻ്റെ ഏറ്റവും നല്ല സമയത്താണ് കിട്ടിയത്. ഒരു രാത്രി മുഴുവനും കടലിൽ പണിതിട്ട് കയറി വരുന്നയാളുടെ വിശപ്പ് സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അതുപോലെ വിശന്ന് വരുമ്പോൾ ഒരമ്മ ട്രീറ്റ് ചെയ്യുന്ന പോലെയാണ് യേശു ഇവരെ കൈകാര്യം ചെയ്തത്. ചൂടുള്ള ഭക്ഷണം കനലോടുകൂടെ അവരുടെ മുമ്പിൽ ഇരിക്കുക. അതൊന്നും നമുക്ക് ഈ കോൺഫറൻസിൽ അത്രയും കിട്ടുന്നുണ്ടോന്ന് സംശയം. അത്ര ചൂടുള്ള സാധനം, അത്ര മനോഹരമായ സാധനം ഇത്രയും ആധുനിക കാലഘട്ടത്തിൽ നാം കഴിച്ചതിനേക്കാൾ നല്ല ഭക്ഷണം യേശു ഈ പിന്മാറ്റക്കാർക്ക് കൊടുത്തത് ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചോദ്യം ഇന്ന് രാത്രി എന്നോട് ചോദിക്കാൻ, നിങ്ങളോട് ചോദിക്കാൻ, നമ്മോട് ചോദിക്കാൻ കർത്താവിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? എന്ന് മനസ്സിലാക്കിയാൽ തെറ്റുണ്ടോ? യേശുവിന് തൻ്റെ മക്കളോട് അന്നും ഇന്നും എന്നും ചോദിക്കാൻ ആഗ്രഹമുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ചോദിക്കാൻ വേണ്ടി
അവൻ ഓരോരുത്തരുടെയും അടുക്കൽ അനേക മാസങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ആ ചോദ്യം മറ്റൊന്നുമല്ല, നീ എന്നെ സ്നേഹിക്കുന്നോ? അല്ല, നീ എന്നെ ഇതിലൊക്കെ അധികമായിട്ട് സ്നേഹിക്കുന്നോ? മോർ ദാൻ ദീസ്, ഇവയിലൊക്കെ. ഇവയിൽ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ തൊഴിലിനേക്കാൾ, ഇപ്പം നിനക്ക് കിട്ടിയ ഈ സമ്പത്തിനേക്കാൾ, നിൻ്റെ ടാലൻറ്റിനേക്കാൾ, നിൻ്റെ കുടുംബത്തേക്കാൾ, നിനക്കുള്ള എല്ലാറ്റിലും അധികം നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹം കൊതിക്കുന്ന ഒരു ദൈവം, സ്നേഹം ആവശ്യപ്പെടുന്ന ഒരു ദൈവം. ഇതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് ധ്യാനിക്കാനായി ദൈവം സഹായിക്കട്ടെ. ഈ രാജ്യത്തെ ഏറ്റവും പവർ ഉള്ള വ്യക്തി, പേര് ഞാൻ പറയണ്ടല്ലോ, ഏറ്റവും പവർ ഉള്ള വ്യക്തി ഈ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരൻ്റെ അടുക്ക വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ ആ ബിസിനസ്സിൽ ആർക്കാ ലാഭം? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലെ ഏറ്റവും ഒരു പാവപ്പെട്ടവൻ്റെ അടുക്കൽ വന്നിട്ട് നീ എന്നെ സ്നേഹിക്കുന്നോ സ്കറിയ എന്ന് ചോദിച്ചാൽ ആ ബിസിനസ്സിൽ ലാഭം ആർക്കാണ്? സ്കറിയയ്ക്കാണ്. പവറുള്ള ആളുകൾ സാധാരണക്കാരനോട് സ്നേഹം പറ്റാൻ ശ്രമിക്കത്തില്ല. കാരണം അത് ബുദ്ധിമുട്ടാവും, ശല്യങ്ങളുണ്ടാവും. ധനവാൻ ദരിദ്രൻ്റെ സ്നേഹം ആഗ്രഹിക്കുകയില്ല. ആഗ്രഹിച്ചാൽ ശല്യങ്ങളുണ്ടാവും, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. ധനവാൻ ഒരിക്കലും ദരിദ്രൻ്റെ സ്നേഹം വേണ്ട. സൗന്ദര്യമുള്ളവൻ ഒരിക്കലും വിരൂപന്റെ സ്നേഹം ചോദിക്കുകയില്ല. സൗന്ദര്യമുള്ളവൻ്റെ സ്നേഹം അന്വേഷിക്കും. ഞാനിവിടെ കാണുന്ന ഈ വ്യക്തി പവറുള്ളവൻ, സൗന്ദര്യമുള്ളവൻ, ധനമുള്ളവൻ എന്ന് പറഞ്ഞു നിർത്താൻ പറ്റൂല. പരിശുദ്ധൻ. അശുദ്ധനോട് സ്നേഹം ആവശ്യപ്പെട്ടാൽ ഇതെന്തൊരു വിരോധാഭാസം. മീൻ പിടിച്ചിട്ട് വരുന്ന ഈ മനുഷ്യനോട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹം കൊതിക്കുന്നൊരു ദൈവം, സ്നേഹം ആവശ്യപ്പെടുന്നൊരു ദൈവം, സ്നേഹത്തിനായി കെഞ്ചുന്ന ഒരു ദൈവത്തെ ഈ വാക്യത്തിലൂടെ ദൈവം നമ്മെ കാണിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ചോദ്യത്തിന് ഉത്തരം നാം കർത്താവിനോട് പറയേണ്ടി വരും. ഇന്ന് പറഞ്ഞില്ലെങ്കിൽ എന്നെങ്കിലും ഒരിക്കൽ പറയേണ്ടി വരും. കർത്താവ് ഈ ചോദ്യം എല്ലാവരോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഇവർക്ക് കൊടുത്തത്. എന്താണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്? ഇത് ഭൗതികം. എന്താ രണ്ടാമത്തെ ചോദ്യം? ചോദ്യം എന്ന് പറയുന്നത് ആത്മീകം എന്ന് പറയാം. ഒരു പടിയുടെ കടത്തി ഞാൻ ദൈവീകം എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുൻപിൽ 3 കാര്യങ്ങളാണ് നിൽക്കുന്നത്. 1 ഭൗതികം, 2 ആത്മീകം. ഈ 2 ലെവലിൽ കൂടുതൽ സാധാരണക്കാർ വരുന്നില്ല. 3ാമത്തേത് ദൈവികം. ആത്മീയം തന്നെയാണ് ദൈവികം എന്ന് പറഞ്ഞാലും തെറ്റില്ല. നമ്മൾ അർത്ഥമാക്കുന്ന ആത്മീയതയെ ഞാൻ വിശദീകരിക്കാം. നമ്മൾ അർത്ഥമാക്കുന്ന ആത്മീയത വേദോസം വായിക്കുക, പ്രാർത്ഥിക്കുക, ഏതെങ്കിലും ഒരു പള്ളിയിൽ പോവുക, ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ ഭക്തിയായി ജീവിക്കുക. ഇതാണ് ആത്മീയത. എന്നാൽ അതിനും അപ്പുറത്തേക്ക് ഒരു കാര്യമുണ്ട്, ദൈവികത. കർത്താവിനെ സ്നേഹിക്കുന്ന ഹൃദയം. ആത്മീയതയും ഭൗതികതയും മാത്രം പറഞ്ഞാൽ
ഭൗതികത മനുഷ്യന് ആവശ്യമുള്ളതാണ്. മാത്രമല്ല അത് ഒന്നാമത് ആവശ്യം. യേശു ഒന്നാമത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. കഴിച്ച് കഴിഞ്ഞിട്ടാണ് കർത്താവിന് ചോദിക്കാനുള്ള കാര്യം ചോദിച്ചത്. ഒന്നാമത് ആത്മീകമോ ദൈവികമോ അല്ലാഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കത് മനസ്സിലാവില്ല. നമ്മുടെ മനസ്സിൽ ഒന്നാമത് ദൈവികമാണോ ആണെന്ന് നമ്മൾ പറയുമെങ്കിലും ഒന്നാമത് ഭൗതികം തന്നെയാണ്. ഭൗതികം ഇല്ലെങ്കിൽ ആത്മീയം ഇല്ല. ഭൗതികം ഉള്ളത് കൊണ്ടാണ് ആത്മീയത്തിൽ വന്നത്. ഞാൻ വിശദീകരിക്കാം. നമുക്കതിൻ്റെ തിയോളജി അറിയാം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അതൊക്കെ ശരിയാ. എല്ലാത്തിൻ്റെയും വേദവാക്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ യേശുതമ്പുരാൻ്റെ തിയോളജി ശ്രദ്ധിക്കൂ. ഇവൻ കഴിച്ചിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ ചോദ്യം മനസ്സിലാവില്ല. കാരണം ഇവന് കണ്ണ് കാണൂല. ഇത് നമ്മുടെ അനുഭവത്തിലൊന്ന് നോക്കിക്കേ. ഭൗതികം തന്നില്ലേ? ചോദിക്കാതെ തന്നില്ലേ? ചോദിച്ചതിലധികം തന്നില്ലേ? എങ്കിൽ ഈ ചോദ്യം ഇനിയെങ്കിലും ഉത്തരം പറയണ്ടേ? കർത്താവ് മനുഷ്യന്റെ സ്വഭാവം അറിയുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നു. വിശന്നിരിക്കുന്ന മനുഷ്യനോട് മോനെ നിനക്ക് എന്നോട് സ്നേഹമാണോ എന്ന് ചോദിച്ചാൽ വെറുതെ വഴക്കുണ്ടാക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു നീ കഴിക്കുക, ചോദ്യം പിന്നെ ചോദിക്കാം. അപ്പോൾ ആത്മീയമാണോ ഭൗതികമാണോ? ഒന്നാമത് മനുഷ്യൻ, ഒന്നാമത് ഭൗതികം. മനുഷ്യൻ ഒന്നാമത് ഭൗതികം. 10 കുഷ്ഠരോഗി യേശുവിനെ കണ്ടു. ദാവീദ് പുത്രാ എന്നെ ഒന്ന് സൗഖ്യമാക്കണം. നീ മാനസാന്തരപ്പെട്ടതാണോ? സ്നാനപ്പെടാൻ തീരുമാനമുണ്ടോ? സൗഖ്യം വേണ്ട, ഒന്നും വേണ്ട, അവനവൻ്റെ വഴിക്ക് പോകും. യേശു പറഞ്ഞു നീ ഇപ്പോൾ ആദ്യം സൗഖ്യമാകുക, പിന്നെ നിനക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ നീ അത് പാസ്റ്റർമാരെ ദൈവദാസന്മാരെ കണ്ട് വചനം പഠിച്ച് പൊക്കോണം, അത് വേറെ വിഷയം. ഒരുത്തം മാത്രം വന്നു. സ്തോത്രം. മറ്റേ 9 പേരുടെ സൗഖ്യം എന്തായി? കർത്താവായതുകൊണ്ട് തിരിച്ചെടുത്ത് കാണുകയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞത് എൻ്റെ സ്വഭാവം വെച്ചാ, നിങ്ങളെ ആരെ കുറ്റം പറഞ്ഞതല്ല. നീ കൂട്ടായ്മ വരുന്നില്ലേ സൗഖ്യം തിരിച്ചു തന്നേക്കാൻ പറയും. പക്ഷെ യേശു അതിനേക്കാളൊക്കെ എത്ര വലിയവനാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. എല്ലാവരും നമ്മുടെ കൂട്ടായ്മ വന്നില്ലെങ്കിലും എല്ലാവർക്കും യേശുവിൽ കൂടെയുള്ള വിടുതൽ നാം പ്രതീക്ഷിക്കണം. അത് നാം പ്രസംഗിക്കണം, അത് നാം പഠിപ്പിക്കണം. ക്രമേണ വന്നോളും, ക്രമേണ വന്നോളും. ചിലപ്പം നമ്മുടെ 3 അക്ഷരത്തിനകത്ത് വരികയില്ലായിരിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനുഷ്യനൊന്നാമത് ഭൗതികമാ. സ്തോത്രം. ഇവിടെ വന്നത് ജോലിക്കാ, ഇവിടെ വന്നത് ജോലിക്കാ. സ്വർഗം ഇവിടെ ഇതുവഴി എളുപ്പമായതുകൊണ്ടല്ല, സ്വർഗത്തിലോട്ട് ഇതുവഴി ഷോർട്ട് കട്ട് ഉള്ളത് കൊണ്ട് വന്നതല്ല. ഞാൻ നിങ്ങളും ഇവിടെ ഭൗതികത്തിന് വന്നതാ. അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭൗതികത്തിന് വന്നതാ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം എത്ര വലിയവനാ. ഒന്നും മിണ്ടാതെ ഭൗതികം അങ്ങ് തരിക. എന്നിട്ടെങ്കിലും നിനക്കൊന്ന് പറയാവോ, ഇതിനേക്കാളധികം കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈ കാറിനേക്കാളധികം, ഈ വീടിനേക്കാളധികം, ഈ ശമ്പളത്തെക്കാളധികം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാവോ? സ്തോത്രം, 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 സ്തോത്രം. പ്രാർത്ഥനയോടെ ദൈവത്തിനെ ശ്രദ്ധിക്കുക. അതൊരു പ്രസംഗമായി തീരരുത്, ഇത് ദൈവത്തിൻ്റെ ശബ്ദമായി തീരണം. ഹല്ലേലൂയ. അതെ, ഭൗതിക കാര്യങ്ങളിൽ കണ്ണടയ്ക്കുന്നവനല്ല യേശു എന്നാണ് ഞാൻ എൻ്റെ എളിയ അന്വേഷണത്തിൽ കണ്ടത്. അത് നമ്മളെക്കാൾ കരുണയോടെ അവനത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപദേശത്തിന് വേണ്ടി നിൽക്കുമ്പോൾ തന്നെ യേശു എല്ലാവർക്കും ലഭ്യമാകണം. യേശുവിൻ്റെ സൗഖ്യം എല്ലാവർക്കും ലഭ്യമാകണം.
യേശുവിൻ്റെ നാമത്തിലുള്ള വിടുതൽ എല്ലാവർക്കും ലഭ്യമാകണം. അതിൻ്റെ വാതിലുകളെ നാം ചെറുതാക്കരുത്, എന്നാൽ ഉപദേശത്തിൻ്റെ വാതിലുകളെ നാം അഴിക്കുകയും വരുത്. സ്തോത്രം. ഒരു സഭയിൽ വചനം പറയുന്നുണ്ട്, പക്ഷെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ ആ സഭ ഡോർ അടഞ്ഞു കഴിഞ്ഞു. ആ സഭയുടെ ഡോർ അടഞ്ഞു, അവിടേക്ക് ഇനി ആരും വരണ്ടെന്ന് അവർ പറയുന്നു. നിങ്ങളുടെ സഭയിൽ രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു യേശു ഉണ്ടോ? ഉണ്ടായിരുന്നു 50 കൊല്ലം മുമ്പ്. എന്നാൽ ഇപ്പോൾ ഞങ്ങൾ ഉപദേശത്തിൽ നിൽക്കാൻ ശ്രമിക്കുന്നു. നല്ലതാണ്, ഉപദേശത്തിൽ നിൽക്കണം, ബാലൻസ് തെറ്റരുത്. യേശു ക്രിസ്തു ഇന്ന് രാത്രിയിൽ രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും കല്ലെറിഞ്ഞു കൊല്ലാൻ നിർത്തിയവൾക്ക് മാപ്പ് കൊടുക്കുന്നു. യേശു ക്രിസ്തു ഇന്ന് രാത്രിയിലും തൂക്കുമരത്തിൽ കിടക്കുന്നവന് പർദീസ കൊടുക്കുന്നു. ആർക്കും വേണ്ടാത്തവന് വേണ്ടി തുറന്ന വാതില പെന്തക്കോസ്. കല്ലെറിഞ്ഞു കൊല്ലാൻ നിർത്തിയവർക്ക് വേണ്ടി തുറന്ന വാതില സുവിശേഷം. അതാരും അടയ്ക്കരുത്, അതാരും ടൈറ്റാക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാരും ടൈറ്റാക്കരുത്. കല്ലെറിഞ്ഞു കൊല്ലാൻ നിർത്തിയവർക്കും തൂക്കുമരത്തിൽ തൂക്കിയവർക്കും തുറന്നു കൊടുത്ത വാതിലാണ് ദൈവസഭയുടെ വാതിൽ. അതാരും കൊട്ടിയടയ്ക്കരുത്. അപ്പോൾ തന്നെ ഉപദേശത്തിൽ നിൽക്കണം. ഭൗതിക കാര്യങ്ങളെ യേശു അവഗണിച്ചില്ല. അത് ഒന്നാമത് തന്നെ കൊടുത്തു. ഒന്നാമത് കൊടുത്തിട്ട് ചോദിക്കുക, കഴിച്ചോ? കഴിച്ചു. മതിയായോ? മതിയായി. ഇച്ചിരൂടെ വെക്കട്ടെ? ഇച്ചിരൂടെ വെച്ചോ. ഇനി വേണോ? അതിനെക്കുറിച്ച് ഒരാൾ എഴുതിയിരിക്കുന്നത്, പത്രോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പത്രോസ് ഒരു ഫിഷ് ഫ്രൈയുടെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ തല പൊക്കി നോക്കാൻ പറ്റാത്തൊരു അന്തരീക്ഷ. പിന്നെ കീഴോട്ട് കുനിഞ്ഞിരുന്നോണ്ട് വെച്ചോ എന്ന് പറഞ്ഞു എന്നാ. എല്ലാം കഴിച്ച് കഴിഞ്ഞ് തോളെ കൈവച്ചുകൊണ്ട് ചോദിക്കുക, നീ എന്നെ സ്നേഹിക്കുന്നെന്നോ? ഇതുപോലൊരു അടി ഈ മനുഷ്യൻ്റെ ജന്മത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അത് അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചാൽ വേദന എടുക്കുകയില്ല, പക്ഷെ മറക്കത്തുമില്ല. ഈ സമയത്ത് ചെവിക്ക് പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ പറയേണ്ട സമയമാണ്. ആ സമയത്ത് ഏറ്റവും നല്ല ഫുഡ് എന്തായി പറയുക, 7 സ്റ്റാർ ഫുഡാണ് യേശു കൂടെ കൊടുത്തത്. സ്തോത്രം. അതോ കിട്ടേണ്ട സമയത്താണ് കിട്ടുന്നത്. കർത്താവ് തരുന്നത് നിൻ്റെ സമയത്തല്ല, അവൻ്റെ സമയത്താണ്. പക്ഷേ ആ സമയം നിൻ്റെ ഇമ്പോർട്ടൻ്റ് ടൈമായിരിക്കും. ദൂത് കുറിച്ചിട്ട് കൊള്ളുക. നിങ്ങൾ പ്രവചനം വിശ്വസിക്കുന്നുണ്ടോ? ദൂത് കുറിച്ചിട്ട് കൊള്ളുക. ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് നിൻ്റെ സമയത്തായിരിക്കില്ല, അവൻ്റെ സമയത്തായിരിക്കും. പക്ഷേ അതായിരിക്കും നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. മറക്കണ്ട, ഇത് വ്യക്തിപരമായി എഴുതിയിടാവുന്ന കാര്യമായിരിക്കും. ദൈവം നിൻ്റെ കാര്യത്തിൽ ഇടപെടുമ്പോൾ അത് ദൈവത്തിൻ്റെ സമയത്തായിരിക്കും. പക്ഷേ അതായിരിക്കും നിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. നിൻ്റെ തലമുറയുടെ കാര്യത്തിലോ നിൻ്റെ ഉദ്യോഗത്തിൻ്റെ കാര്യത്തിലോ നിൻ്റെ വീടിൻ്റെ കാര്യത്തിലോ ദൈവം ഇടപെടാത്തവനല്ല, ഇടപെടും. പക്ഷേ അത് അവൻ്റെ സമയത്തായിരിക്കും. അതായിരിക്കും അതിൻ്റെ ഏറ്റവും നല്ല സമയം. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. അവൻ അവരുടെ ഭൗതിക കാര്യം നടത്തി കൊടുത്തിട്ട് ചോദിക്കുകയാണ്, മോനെ നീ ഇതിൻ്റെ ദശാംശം കൊടുക്കാവോ? കർത്താവെ അതിൽ കൂടുതൽ കൊടുക്കാവല്ലോ, കാരണം നീ തന്നതല്ലേ. സ്തോത്രം. നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹം ആഗ്രഹിക്കുന്ന ഒരു കർത്താവിനെ ഈ വചനത്തിൽ കാണുന്നു. ഒരിക്കൽ കൂടി ആ വചനം വായിച്ചാട്ടെ പ്ലീസ്. അവിടെ ഒന്ന് നിർത്തണം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ കാണുമ്പം കൈ കൊടുത്തിട്ട് ചാക്കോച്ചൻ്റെ മകൻ തോമാച്ച എന്നെ കൊണ്ട് വിശേഷമെന്ന് ചോദിക്കുമോ? ഇല്ല. അതെന്നാ എന്നെ കൊണ്ട് വിശേഷമെന്ന് ചോദിക്കുന്നത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമല്ല. അതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ വിളിക്കുന്നത് എവിടെയാണ്? കോടതിയിലാണ്. ആഞ്ഞിലിമൂട്ടിൽ തൊമ്മച്ചൻ മകൻ ആൻ്റപ്പൻ വന്നിട്ടുണ്ടോ? ഗൗരവമുള്ള കാര്യം പറയാനാണ് ഈ അപ്പൻ്റെ പേര് കൂട്ടി വിളിച്ചത്. ചോദിക്കാൻ വേണോ? ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ആ വിളിയിൽ അടങ്ങിയിരിക്കുന്നത്. രണ്ടാമത് അതിലടങ്ങിയിരിക്കുന്നത് ആൾ മാറിപ്പോകരുത്.
മനസ്സിലാവുന്നുണ്ടോ? കർത്താവ് സംസാരിച്ച കൺഫ്യൂഷൻ വരികയില്ല. പ്രവാചകൻ സംസാരിച്ച കൺഫ്യൂഷൻ വരും. പ്രവാചകൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എന്താ തെറ്റിദ്ധരിച്ചത്? പ്രവാചകൻ പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് സംസാരിക്കുന്നവൻ പറയുന്നത് പ്രവാചകൻ്റെ വാക്കല്ല, ദൈവത്തിൻ്റെ വാക്കാണ്. അത് പ്രവചനമാ. ആ പ്രവാചകൻ ദൈവത്തിൽ നിന്നുള്ള ദൂത് പറഞ്ഞാൽ തെറ്റത്തില്ല. മനുഷ്യൻ പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവും. കർത്താവ് പറഞ്ഞാൽ നിന്നോടുള്ള ദൂത് നിൻ്റെ അളിയനോടായിരിക്കുകയില്ല, നിന്നോടുള്ള ദൂത് അനിയനോടും ആയിരിക്കുകയില്ല, നിന്നോട് തന്നെ ആയിരിക്കും. അടിയൻ ഇതാ, അറിയാമല്ലോ. സ്തോത്രം. കർത്താവ് ഒരാളോടൊരു ദൂത് പറയാൻ ആഗ്രഹിച്ചാൽ ആൾക്ക് തന്നെ അത് കിട്ടും. 5000 പേരിരിക്കുന്ന ആൾക്കൂട്ടത്തിനകത്തും ദൈവം ഒരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയോട് കൃത്യമായി പറയാൻ അവന് കഴിയും. ആള് മാറാതെ, ആശയം തെറ്റാതെ ദൂതറിയിക്കാൻ കർത്താവിന് കഴിയും. കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. യോഹന്നാന്റെ മകനായ ശിമോനെ, ഒന്ന് നിന്നോട് പറയാൻ പോണത് കഴിഞ്ഞ ക്രിക്കറ്റിൽ ആര് ജയിച്ചു എന്നുള്ള ചോദ്യമല്ല, അടുത്ത തെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കൂ എന്നുള്ള ചോദ്യമല്ല. ചോദ്യം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ടാണ് അപ്പൻ്റെ പേര് കൂട്ടി വിളിച്ചത്. 2, എന്നോടാണെന്ന് ഞാൻ വിചാരിച്ചില്ല, മറ്റേ പുള്ളിയോടാണെന്ന് ഞാൻ ഓർത്തു എന്ന് നാളെ പറയരുത്. ചോദ്യം കൃത്യമായിരിക്കാനാണ് അപ്പൻ്റെ പേര് കൂട്ടി വിളിച്ചത്. നീ ഈ കാണുന്ന എല്ലാറ്റിലും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം, 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 സ്തോത്രം. ഇതിന് നമുക്ക് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. പാട്ട് പാടാനോ കൈകൊട്ടാനോ എന്ന വിഷമം. എന്നാൽ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞാലും ഒക്കത്തില്ല. സഭാശുശ്രൂഷ നടത്തുന്നത് ഞങ്ങൾക്കല്ലേ അറിയാവുന്ന. ഒരു കൈ ഒട്ടിക്കണേ എന്നാ പാടാം. അതുകൊണ്ട് അതിനെ നിസ്സാരവൽക്കരിക്കാനും പാടില്ലെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ചാടണ്ട പാടണ്ട അതൊക്കെ നമ്മൾ പറഞ്ഞാൽ എന്ത് പാട് കഴിച്ചാൽ ഒന്ന് ചാടിയത്. ഒരു ആരാധനയുടെ അന്തരീക്ഷം, ഒരു സ്തോത്രവും സ്തുതിയൊക്കെ സഭയെ വേണം. അതിനെ ഇടിച്ച് സംസാരിച്ച് ഒന്നുമില്ലാണ്ടാക്കരുതെന്നൂടി ഒരു അപേക്ഷയുണ്ട് എനിക്ക്. തീരെ ഒന്നുമില്ലാതെയാക്കി കളയരുത്. സ്തോത്രം, സ്തോത്രം. എല്ലാം പറഞ്ഞ് ഒടി വരുമ്പോൾ ഒന്നുമില്ലാതെ ആകരുത്. ആകെ നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ ആളുകൾ ഒരു ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറയുന്നതാ, അതുകൂടെ ഇല്ലാതെയാക്കരുത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, 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 സ്തോത്രം. എന്നാൽ കർത്താവിനെ ഇതിനെല്ലാം അധികം സ്നേഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ട് വരും. സ്നേഹം, നമുക്ക് അതിൻ്റെ ആഴത്തിലോട്ട് പോകാം. ആവർത്തന പുസ്തകം 6:5 പെട്ടെന്ന് വായിക്കാം. ആവർത്തന പുസ്തകം 6:5. നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. എല്ലാവരും ചേർന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, സ്നേഹിക്കണം. ഇനി അടുത്ത വായിച്ചാട്ടെ. ഇന്ന് മതി. സ്നേഹവും വചനവും. അടുത്ത വിഷയം, സ്നേഹിക്കുന്ന ഹൃദയത്തിലെ വചനം ഇരിക്കുകയുള്ളൂ. ഇതിലധികമായി, ഇവയിലധികമായി എന്തൊരു ചോദ്യ കർത്താവേ ഇത്. എല്ലാറ്റിലും അധികമായി നിന്നെ സ്നേഹിക്കണോ? പഴയ നിയമത്തിലെ ദൈവത്തിന്റെ സ്വഭാവം നോക്കിയപ്പോൾ അതും അങ്ങനെ തന്നെയാണ്. പഴയ നിയമത്തിലെ ദൈവത്തിനും അതേ സ്വഭാവമാണ്. പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ നീ എന്നെ സ്നേഹിക്കണം. സ്തോത്രം. പുതിയ നിയമത്തിലോ അത് തന്നെയാണ്. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ മക്കളെ എന്തിനേലും സ്നേഹിക്കുന്നവനെ എൻ്റെ ശിഷ്യനായപ്പോൾ കഴിയില്ല. സ്നേഹിക്കണം. ഞാൻ നിന്നോട് പറയുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഒരു സന്ദേശമുണ്ട്. സ്നേഹിക്കുന്നവരുടെ കത്ത് സൂക്ഷിച്ചു വെക്കും. ഭർത്താവ് ഭാര്യയ്ക്ക് അയച്ച കത്ത് വീക്കിലി വായിക്കുന്നല്ലോ വായിച്ചേച്ച് കളയുമോ? ഇല്ല. അത് ഒറ്റയ്ക്കിരുന്നേ വായിക്കുള്ളൂ, വേറെ ആരെയും കാണിക്കുകയില്ല. ശരിയാണോ? വചനം ഒറ്റയ്ക്ക് ധ്യാനിക്കണം. സമൂഹത്തിലെ വായന വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒറ്റയ്ക്ക് ധ്യാനിക്കണം. അവിടെ അതിനൊരു പവറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇത് ചുമ്മാ ചടങ്ങ് വായനയല്ലിത്.
ഇത് നീ ഒറ്റയ്ക്കിരുന്ന് ധ്യാനിക്കേണ്ടതാ. ഇത് പ്രേമലേഖനമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. സ്നേഹിക്കുന്ന ഹൃദയത്തിലെ വചനം ഇരിക്കുകയുള്ളൂ. കർത്താവിനോട് സ്നേഹം ഉണ്ടെങ്കിൽ വചനം മനസ്സിലാവും. കർത്താവിനോട് സ്നേഹമില്ലെങ്കിൽ വചനം വ്യാഖ്യാനിച്ച് വിഷമിച്ചു പോകും. വ്യാഖ്യാനത്തെക്കുറിച്ചൊരു കഥ പറയാം. ചിത്രപ്രദർശനമാണ്. അപ്പോൾ ഒരു നല്ല ആർട്ടിസ്റ്റ്, നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാൾ, അങ്ങനെ അവിടെ പഠിക്കാൻ വന്ന പിള്ളേരും ശിഷ്യന്മാരും എല്ലാം ഉണ്ട്. അവിടെ ഈ ചിത്രങ്ങൾ കാണാൻ ആളുകൾ വന്നിരിക്കുക. അപ്പോൾ പുള്ളിയുടെ അടുത്ത ശിഷ്യന്മാർ ഈ വന്നവരെ ഈ ചിത്രങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുക. ഈ പടത്തിൻ്റെ അർത്ഥം ഇതാണ്, ഇത് ഈ വെള്ളം വന്നിങ്ങനെ ചാടുമ്പോൾ ഈ കല്ലുകൾ ഉരുളുന്നു, അതൊക്കെയാണ് അവിടെ കാണിക്കുന്നത്. പല പറഞ്ഞു വന്നിട്ട് ആളുകൾ ചോദിച്ചു, ഇതെന്താ ഈ 4 കൊമ്പ് കാണുന്നത്? ഈ 4 കൊമ്പുകൾ 4 രാജ്യത്തെ കാണിക്കുന്നു. അപ്പോൾ പടം വരച്ച ആൾ അകത്തിരുന്നുകൊണ്ട് കേട്ടു, ഇതെന്നെ ഞാൻ അങ്ങനെ ഒരു പടം വരച്ചിട്ടില്ലല്ലോ. 4 കൊമ്പുകൾ 4 രാജ്യം. വേഗം ഇറങ്ങി വന്നപ്പോൾ ഇവൻ വിവരിക്കുകയാണ്, ഇത് ഇംഗ്ലണ്ടിനെ കാണിക്കുന്നു, അത് യൂറോപ്പിനെ കാണിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. മെയിൻ ആളെ ഇനി അടുക്ക വിളിച്ചിട്ട് ചെവി പറഞ്ഞു, പടം തിരിച്ചു വെക്കാൻ പറഞ്ഞു. ഇവൻ തലകുത്തിയാണ് വെച്ചിരിക്കുന്നു. തിരിച്ചു വെച്ചപ്പോൾ എന്നാ 4 കൊമ്പ് ഒരു മേശയുടെ 4 കാല. എന്നിട്ട് ആ മേശപ്പുറത്ത് ഒരു പെങ്കൊച്ച് താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നു. പടം തിരിച്ചു വെച്ച് 4 കൊമ്പ് 4 രാജ്യമാണ്. പടം വരച്ച പുള്ളി പോലും അറിയാത്ത വ്യാഖ്യാനമാണ്. സ്തോത്രം. സ്നേഹിക്കുന്ന ഹൃദയത്തിൽ വചനം ഇരിക്കും. സ്നേഹിക്കുന്നവൻ നോക്കുമ്പോൾ കിട്ടുന്ന അർത്ഥം വേറെ ആർക്കും കിട്ടുകയില്ല. ബോർഡിങ് പിള്ളേർ താമസിക്കുക, പപ്പായുടെ എഴുത്ത് വന്നു. എഴുത്തിൻ്റെ ഉടമസ്ഥ വരുന്നതിന് മുമ്പ് മറ്റേ പിള്ളേർ പൊട്ടിച്ച് വായിച്ചു. കിഴക്കലെ അമ്മായിക്ക് നടുവിൻ്റെ ഒരു കണ്ണി ഇളകിയിരിക്കുക. ഇവർക്ക് എന്നാ മനസ്സിലാവും? ഒരു ചിരിയോട് ചിരിയ. അത് പപ്പായും മോളും തമ്മിലുള്ള ലാംഗ്വേജ്. അത് വേറൊരാൾക്ക് മനസ്സിലാവുമോ? പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്ന ഹൃദയത്തിലെ വചനം കയറുള്ളൂ. സ്നേഹിക്കുന്ന ഹൃദയത്തിനെ വചനം മനസ്സിലാവുള്ളൂ. ദൈവത്തെ സ്നേഹിക്കുന്നവൻ വചനം വായിച്ചാൽ കണ്ണ് നിറയും, വചനം വായിച്ചാൽ ഹൃദയം നിറയും. വചനത്തെ ഒരാൾ മുത്തിയെന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹാരാധനയല്ല, അതാ ഹൃദയമാണ് അവിടെ കണ്ടത്. അതെത്ര സത്യമാണ് ആ പറഞ്ഞത്. ഇതിനകത്തൊരു പ്രേമമാണ്, ഇതിനകത്തൊരു സ്നേഹമാണ്. ദൈവത്തെ നീ സ്നേഹിക്കുന്നെങ്കിൽ വചനം അലമാരിയിലിരിക്കുകയില്ല, ഹൃദയത്തിലിരിക്കും. പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിച്ചാൽ വചനം അലമാരിയിൽ നിന്ന് പോരും. പ്രൈസ് ദി ലോർഡ്. അലമാരിയിൽ നിന്ന് കയറി ഹൃദയത്തിൽ വരും. എന്നിട്ടോ അടുത്ത വാചകം നോക്കി, ഹൃദയത്തിലിരിക്കണം. പിന്നെ മക്കൾക്ക് ഉപദേശിക്കണം. എവിടുന്ന? കുറച്ച് പറഞ്ഞാട്ട്, ഹൃദയത്തിൽ നിന്ന്. അലമാരിയിൽ നിന്ന് കൊടുക്കരുത്, പുൾപ്പിറ്റെന്നും കൊടുക്കരുത്, ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. ഹൃദയത്തിലുള്ളവർക്കല്ലേ ഹൃദയത്തിൽ നിന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. തലമുറ ദൈവവചനം കേൾക്കണമെങ്കിൽ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുന്ന മാതാപിതാക്കൾ ഉണ്ടായിരിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞായറാഴ്ച പറയുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല. സഭയിൽ ഇങ്ങനെ മാറി മാറി പ്രബോധിപ്പിക്കുമ്പം പറയുന്നൊന്നുമല്ല. ഹൃദയത്തിൽ നിന്ന് മക്കളത് എടുക്കണമെങ്കിൽ അകത്തുനിന്ന് പറയണം. നീ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞാൽ മക്കളത് എടുക്കും. നുണ പറയാൻ പറ്റാത്തൊരു സ്ഥലം വീടേ ഉള്ളൂ, അവിടെയെങ്കിലും നേര് പറയണം. സ്തോത്രം. ഹൃദയത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കണം. ഹൃദയത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കണം. വചനം തലമുറയ്ക്ക് കൊടുക്കണം. ഹൃദയത്തിൽ നിന്ന് കൊടുക്കണം. വചനം പഠിപ്പിക്കേണ്ടത് വീട്ടിലാണ്. വീട്ടിൽ പഠിക്കാത്തതുകൊണ്ടാണ് വേറെ പലയിടത്തും പഠിക്കേണ്ടി വരുന്നത്. വീട്ടിലാണ് ബൈബിൾ സ്കൂള്, വീട്ടിലാണ് സൺഡേ സ്കൂള്, വീട്ടിലാണ് സഭ. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിക്കണം ഹൃദയത്തിൽ നിന്ന്. പ്രിയപ്പെട്ടവരെ, വചനം ഹൃദയത്തിലിരുന്നാൽ അത് മക്കൾക്ക് കൊടുക്കാൻ പറ്റും. പിന്നെന്താ എഴുതിയിരിക്കുന്നത്?
വീട്ടിൽ ഡിസ്കസ് ചെയ്യേണ്ടത് വചനമാണ്. ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ വചനം 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 വചനം. വീട്ടിൽ ഇരുന്ന് പറയണമെന്ന് പറഞ്ഞാലേ, നാട്ടിലൊരു പറച്ചിലുണ്ട് മലയാളക്കരയിൽ, പണ്ടത്തെ ഭാഷ ഇപ്പം പുതിയതായിട്ട് ഉള്ള പിള്ളേർക്ക് അറിയില്ലായിരിക്കും. രണ്ട് ചെറുപ്പക്കാർ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ പറയുന്ന വാക്കാ, അത് പള്ളി പറഞ്ഞാൽ മതി, അത് പള്ളി പറഞ്ഞാൽ മതി. ഈയിടയിൽ അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചു, കാരണം നമ്മളിപ്പോൾ പള്ളിയിലാണല്ലോ ഫുൾ ടൈം. അപ്പോൾ അത് കാരണം ഇതെന്തായിരിക്കും ഇതിൻ്റെ കാര്യം? ഒടുവിൽ ഉത്തരം കിട്ടി, നടക്കാത്ത കാര്യം പറയുന്ന സ്ഥലമാണ്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതാര് കണ്ടുപിടിച്ചതാ? നിന്നെ ഞാൻ ശരിയാക്കും, അത് പള്ളി പറഞ്ഞാൽ മതി. നിന്നെ പിന്നെ കണ്ടോളാം, അത് പള്ളി പറഞ്ഞാൽ മതി. ഹലോ, ഇത് പള്ളി പറയാനുള്ള പുസ്തകമല്ല, വീട്ടിൽ പറയണം. ഇത് പള്ളി വായിക്കാനുള്ള പുസ്തകമല്ല, ഇത് വീട്ടിൽ വായിക്കണം. വചനം പ്രമാണിക്കണമെങ്കിൽ വീട്ടിൽ വചനം വായിക്കണം, വീട്ടിൽ വചനം ഡിസ്കസ് ചെയ്യണം. ഓ, ആ വീട്ടിൽ ഇരുന്നൊക്കെ അത് പറയാൻ പറ്റുമോ വാസവേ? ആ, വീട്ടിൽ ഇരുന്ന് എന്ന് പറയുന്നോ അന്ന് നമ്മൾ ഈ നടത്തിയ പരിപാടി വിജയിക്കും. വീട്ടിൽ ഇത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയാൽ ഈ കോൺഫറൻസിൻ്റെ ചിന്താവിഷയം വീട്ടിലെത്തും. ഇല്ലെങ്കിൽ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് കടലാസിൽ അവശേഷിക്കും. ഈ ചിന്താവിഷയം വീട്ടിലെത്തണം. ഇത് നീ വീട്ടിൽ പറയണം, പള്ളി പറയരുത്. എന്ന് പറഞ്ഞാൽ ഇത് പ്രാക്ടിക്കലായിരിക്കണമെന്ന. തൊണ്ടയൊക്കെ വിറപ്പിച്ച് ഭക്തിയോടുകൂടെ പ്രിയമുള്ളവരേ അങ്ങനെ പറയാനുള്ളതല്ലിത്, അങ്ങനെ പറയാനുള്ളതല്ലിത്. ഭക്തി ഭാഷ, ഉപദേശി ഭാഷ, വൈദിക ഭാഷ അതെടുത്ത് മാറ്റിയിട്ട് മോനെ കുഞ്ഞെ കർത്താവ് വരാറായടാ സ്കറിയാച്ച എന്ന് പറയുന്ന മനസ്സ് നമുക്കുണ്ടാകണം. ഇത് പ്രാക്ടീസ് ചെയ്യാമോ എന്നാ ചോദ്യം. ഇത് നീ വീട്ടിൽ പറയണം. തിങ്കളാഴ്ച പറയണം, ചൊവ്വാഴ്ച പറയണം, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ പറയണം, ഉച്ച ഉണ്ണുമ്പോൾ പറയണം, മോനെ ഇത് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം വിട്ട് നമുക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ പറ്റില്ല. അത് പറയുമ്പോൾ കൊച്ചുമോൻ ചോദിക്കും, അന്നേരം പപ്പ ഇന്നലെ മാറിയതോ? വെറുതെയുള്ള ടിക്കറ്റ് കിട്ടിയപ്പോൾ വേണ്ടെന്ന് പറഞ്ഞത് ഒക്കെ എന്നാ ഞെട്ടിപ്പിക്കുന്ന സാക്ഷ്യമാ. പ്രൈസ് ദി ലോർഡ്. വളഞ്ഞ വഴിയെ പോകാൻ മകനോട് ഉപദേശിച്ചാൽ വീട്ടിൽ വെച്ച് വചനം പറയാൻ പറ്റുമോ? പണമാണ് പ്രധാനം, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കിക്കോ എന്ന തത്വശാസ്ത്രമാണ് വീട്ടിലെങ്കിൽ വീട്ടിൽ വെച്ച് വചനം പറയാൻ പറ്റുമോ? ഒന്ന് പെട്ടെന്ന് വായിക്കണേ, അടുത്തെന്നാ പറഞ്ഞിരിക്കുന്നേ? കയ്യെ വചനം കെട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാഗിൻ്റെ വള്ളി ഇങ്ങനെ തൂക്കുന്നതാണോ? ബൈബിൾ ഒരു ബാഗിനകത്തിട്ടിട്ട് തൂക്കുകയാണോ? അതിന് അർത്ഥമുണ്ടെന്നേ. ഈ കയ്യേലും കഴുത്തേലും ഒക്കെ ഈ വള്ളിയേൽ കെട്ടിത്തൂക്കുന്ന പ്രോഗ്രാം തുടങ്ങിയിട്ട് കുറച്ച് കാലമേ ആയുള്ളൂ. നമുക്കിപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് തരും. ജോലിക്ക് ചെല്ലുന്നിടത്തെല്ലാം ഐഡൻറ്റിറ്റി കെട്ടിത്തൂക്കണം. നിൻ്റെ ഐഡൻറ്റിറ്റി വചനമായിരിക്കണമെന്നാണ് അതിൻ്റെ അർത്ഥം. കയ്യേൽ അത് കെട്ടണം. നിന്നെ തിരിച്ചറിയേണ്ടത് വചനം കൊണ്ടായിരിക്കണം ഐഡൻറ്റിറ്റി. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? വേറെ അർത്ഥമുണ്ടോ? ഉണ്ട്. കൈകൊണ്ടാ സമ്പാദിക്കുന്നേ, കൈകൊണ്ടാ കൊടുക്കുന്നേ, കൈകൊണ്ടാ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത്. നിന്റെ കയ്യെ വചനം വേണം. മനസ്സിലാവുന്നുണ്ടോ? കല്യാണം ആലോചിക്കുമ്പോഴേ ഇത് ഓർക്കണമെന്ന്. കൈ കൊടുക്കുമ്പോൾ ഇത് ഓർക്കണം, കൈ കൊടുക്കുമ്പോൾ ഇത് ഓർക്കണം. പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ നീയോ നിന്റെ മക്കളോ കൈ നീട്ടുമ്പോൾ വചനപ്രകാരമായിരിക്കട്ടെ. കയ്യിൽ വചനമുണ്ടായിരിക്കണം. സമ്പത്തുണ്ടാക്കുന്നത് ഈ കൈകൊണ്ടാ. വചനത്തിന്റെ സ്കാനിങ് ഉണ്ടായിരിക്കണം. ഈ ഇതിലൂടെ സ്കാൻ ചെയ്യാത്തതൊന്നും നിന്റെ വീട്ടിലേക്ക് വരരുത്, നിന്റെ അക്കൗണ്ടിലേക്ക് വരരുത്. നിന്റെ കയ്യിൽ അത് കെട്ടണം. സമയം തീരുന്നു, ഞാൻ അവസാനിപ്പിക്കാൻ പോകുന്നു. നിന്റെ കയ്യിൽ അത് കെട്ടണം. നിന്റെ ഗേറ്റിൽ അത് എഴുതണം. നിന്റെ പടിവാതിൽ അത് എഴുതണം. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം മേടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബില്ലടിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം നിന്റെ ബാഗിലുണ്ടെങ്കിൽ ഒരു ശബ്ദം കേൾക്കാം. അത്രയും സംവിധാനം ഇവർ കണ്ടുപിടിച്ചെങ്കിൽ
ദൈവം തമ്പുരാൻ എത്രയോ കാലം മുമ്പ് എഴുതി വെച്ചു, നിന്റെ ഗേറ്റിൽ വചനമുണ്ടായിരിക്കണം. വചനത്തിന്റെ സ്കാനിങ്ങിലൂടെ വേണം നിന്റെ വീട്ടിലോട്ടുള്ള സകല വരവുകളും, നിന്റെ വീട്ടിലേക്കുള്ള സകല വരവും വചനത്തിന്റെ സ്കാനിങ്ങിന്റെ അടിയിലൂടെ കയറണം. അവിടെ പി 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 അടിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സ്നേഹിക്കുന്നവൻ വചനം പ്രമാണിക്കും. കർത്താവിനെ സ്നേഹിക്കുന്നെങ്കിലേ കർത്താവിൻ്റെ വചനം പ്രമാണിക്കാൻ പറ്റുള്ളൂ. നമ്മളെത്ര സിംബോസിയം എന്തെല്ലാം ചിന്തിച്ചാലും യേശു ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. നീ ഇതിലെല്ലാറ്റിലും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? നീ ഇതിലെല്ലാറ്റിലും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നീ കാണുന്നതിലെല്ലാറ്റിലും അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നാനപ്പെട്ടോന്ന് ഞാൻ ചോദിക്കുന്നില്ല, രക്ഷിക്കപ്പെട്ടോന്നും ചോദിക്കുന്നില്ല. പദമൊക്കെ പറഞ്ഞ് അതിൻ്റെ അർത്ഥത്തിൽ നിന്ന് മാറിയോ എന്ന് സംശയിക്കുന്നു. യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ആരോഗ്യത്തെക്കാൾ അധികമായി, സമ്പത്തിനേക്കാൾ അധികമായി, സൗന്ദര്യത്തെക്കാൾ അധികമായി, ജോലിയേക്കാൾ അധികമായി, വീടിനേക്കാൾ അധികമായി കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്പർ 1 വചനം പ്രമാണിക്കും, നമ്പർ 2 വചനം പ്രഘോഷിക്കും. ഈ 2 ചിന്തയെ ഇന്ന് പറയുന്നുള്ളൂ ഞാൻ. നീ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വചനം നിനക്ക് ഹെവിയാകത്തില്ല. സ്നേഹിക്കുന്ന ഹൃദയത്തിൽ വചനം ഹെവിയാവൂല, കനം കുറയും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യുമ്പോൾ നമുക്കതിന് ഭാരമില്ല. എന്നാൽ സ്നേഹമില്ലാതെ ചെയ്താൽ ഭയങ്കര കഷ്ടപ്പാടാണ്. സ്നേഹിക്കുന്നെങ്കിൽ ഈ വചനം അനുസരിക്കാൻ ബുദ്ധിമുട്ടില്ല. 2 സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞാൽ വചനം ഘോഷിക്കുക. ജീസസ്. സുവിശേഷ വേലയ്ക്കായി ജീവിതത്തെ സമർപ്പിക്കുക. വചനം പ്രമാണിക്കാനും വചനം പ്രഘോഷിക്കാനും ഇന്ന് രാത്രി സമർപ്പിക്കുമോ? കണ്ണുകളടയ്ക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഒരു നിമിഷം ദൈവത്തിൽ ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ട് പ്ലീസ്. ഒരു സമർപ്പണം ചെയ്യാമോ? ഹല്ലേലൂയ. 2 മിനിറ്റ് ദയവായി എല്ലാ കണ്ണുകളും അടച്ചാട്ട്. എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചിട്ടേ പോകാവൂ. ജീസസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ സമയമാണ്. ഈ ദൂതിൻ്റെ മുമ്പിൽ ഒരു സമർപ്പണം ചെയ്താട്ട്. കർത്താവേ, എല്ലാറ്റിലും അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരു മാരകമായ രോഗം വന്ന് ആശുപത്രി ചെന്നിട്ട് ആ തീരുമാനം എടുക്കണ്ട. ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടല്ല ആ തീരുമാനം എടുക്കേണ്ടത്. മക്കൾ കൈവിട്ട് പോയി കഴിഞ്ഞിട്ടല്ല തീരുമാനം എടുക്കേണ്ടത്. അയ്യോ എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഓപ്പറേഷൻ മാറ്റി തരണേ. അങ്ങനെയല്ല. നമുക്ക് ഈ ആരോഗ്യമുള്ള രാത്രിയിൽ, സുഖമുള്ള രാത്രി പറയാം, കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എല്ലാ കണ്ണുകളും അടച്ചാട്ട്. യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. ചേർന്ന് പാടാം. യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. നിന്നേക്കാൾ ഇനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നേക്കാൾ ഇനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. ചേർന്ന് പാടാം. യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. നിന്നേക്കാൾ ഇനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നേക്കാൾ ഇനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. ഇതൊരു പാട്ടല്ല, ഇതൊരു പ്രാർത്ഥനയാണ്. ഇതൊരു പ്രസംഗമല്ല, ഇതൊരു സമർപ്പണമാണ്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അല്ലെങ്കിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ വരികൾ പാടാമോ? യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. നിന്നേക്കാൾ ഇനി ഒന്നിനെയും
ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുന്നതല്ലയോ. ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുന്നതല്ലയോ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകത്തിൽ ഉള്ളതൊക്കെയും ലോകത്തെയും ഞാൻ സ്നേഹിച്ചിടല്ലേ. ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുന്നതല്ലയോ. ലോകവും അതിലുള്ളതൊക്കെയും മാറിപ്പോകുന്നതല്ലയോ. യേശുവേ, നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ, ഹല്ലേലൂയ, കൃപ നൽകണേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെക്കാൾ ഹല്ലേലൂയ. ഓ യേശുവേ, നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. യേശുവേ, നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. ഓ യേശുവേ, നിന്നെ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, നിന്നെ സ്നേഹിപ്പാൻ എൻ്റെ ഉള്ളത്തിൽ കൃപ നൽകണേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ ഹല്ലേലൂയ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. 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 നിന്നെ കാളിനിയും glory, 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 glory. Hallelujah, hallelujah, hallelujah. Oh Jesus. Oh, നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാൻ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ. നിന്നെ കാളിനി ഒന്നിനെയും ഞാൻ സ്നേഹിപ്പാനിടയാകല്ലേ.
ഓരിയാമന ഹംദരാദര റീബാനവ ശബ്ദരാമന യുഡാലബാല ഹംദരാമവ ശബരാദര. കർത്താവേ, ഞങ്ങൾക്കുള്ള ആരോഗ്യത്തെക്കാൾ, സൗന്ദര്യത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, സൗകര്യങ്ങളെക്കാൾ നിന്നെ സ്നേഹിപ്പാൻ നീ യോഗ്യനാണ്, നീ അർഹനാണ്. നീ രക്തം തന്ന് ഞങ്ങളെ സ്നേഹിച്ചല്ലോ യേശുവേ, കർത്താവേ. അപ്പാ, ഇത് വാഗൊണ്ട് പറയുകയല്ല, യഥാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നതിൽ ഒരു പടി കൂടെ മുന്നോട്ട് വരുവാൻ ഇന്ന് രാത്രി കൃപ തരണമേ. സ്നേഹിക്കുന്നു എങ്കിൽ മാത്രമേ വചനം പ്രമാണിക്കാൻ ഞങ്ങൾക്ക് കഴിയുകയുള്ളൂ. സമർപ്പിക്കുന്നപ്പാ യേശുവിൻ നാമത്തിൽ തന്നെ. വളരെ നന്ദി. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.